ഹലോ ഗായ്സ്, അപ്പോൾ ദേ ഇന്ന് ഇവിടുത്തെ അയ്യപ്പം വിളക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയും ഇന്ന് കാവിലന്നദാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണേ. നേരത്തെ തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നേ, കാരണം അവിടെ പോയി വന്നിട്ട് വേണം എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മാരേജ് ഉണ്ട്, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെ ഇങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല, ഫുഡ് കൊടുക്കാൻ തുടങ്ങിയതൊന്നുമല്ല. അപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടോ. അവിടെ പോയപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളെയും ഞാൻ കണ്ടു. ഞാൻ അവിടെ നാട്ടിലെ കമ്പനിക്കാരാണ്. അങ്ങനെ അവിടെ ചെന്ന് ഫുഡൊക്കെ വന്ന് അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അയ്യപ്പം വിളക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ നേരെ റെഡിയായിട്ട് കല്യാണത്തിന് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഫ്രെയിമിന് ജസ്റ്റ് ഒന്ന് പൊതി ഇടാണ്ടായിരുന്നു കേട്ടോ, ഗിഫ്റ്റ് പേപ്പറും കൊണ്ട് പൊതിയാണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് യാത്ര ചെയ്തിട്ടോ. ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ഓഡിറ്റോറിയത്തേക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ ബ്രൈഡും ഗ്രൂമൊക്കെ അതേ സ്റ്റേജിൽ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ദൈവ വെൽക്കമിങ് ഡ്രിങ്ക് കുടിക്കാൻ പോയേ. ഒരു വൃത്തികെട്ട കോഴി എൻ്റെ ഈ വോയിസ് ഓവറിൻ്റെ പിന്നിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നുണ്ട്, അത് നിങ്ങളാരും ശ്രദ്ധിക്കണം കേട്ടോ, അത് കാര്യമാക്കല്ലേ. പിന്നെ ഇത് അവിടെ കേക്ക് കട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറാൻ വിചാരിച്ചു കേട്ടോ. ഞങ്ങളുടെ പകുതി പേർക്കും വൃതായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ നിന്നില്ലേ. പിന്നെ ഇത് നമ്മുടെ ചെക്കൻ്റെയും പെണ്ണെടുത്തേക്കും വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് നിൽക്കണം കേട്ടോ. അവിടെ വേറൊരു ടീം വന്നിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറാൻ വിചാരിച്ചേ. അങ്ങനെ അതൊക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കുറച്ച് അല്ലറ ചില്ലറ ഫോട്ടോ എടുക്കലിനൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ 10th ബാച്ചാണ്, അതുകൊണ്ട് ഞങ്ങൾ എല്ലായ്പ്പോഴും അങ്ങനെ കാണാറൊന്നുമില്ല. അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങളതൊന്ന് പൊളിച്ചടുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ രണ്ടുപേരും കുറച്ച് ഫോട്ടോ എടുക്കലും കോപ്രായം കാട്ടലൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവിടെയുള്ള വേറെ കുറേ സാധനങ്ങൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ ഞങ്ങൾ നേരെ പോപ്കോണിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. നമ്മൾ വളരെ നേരത്തെ പോയതുകൊണ്ട് തന്നെ അവിടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ അത് കഴിച്ച് സമാധാനിച്ചു കേട്ടോ. പിന്നെ അത് അവിടെ പോയിരുന്ന സമാധാനത്തോടെ ഞങ്ങൾ കഴിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇത് അവിടെ നിന്ന് ഇറങ്ങാൻ വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ഇത് നമ്മുടെ പെണ്ണിൻ്റെ അടുത്ത് യാത്ര പറയാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു ഓൾ ദി ബെസ്റ്റും കൊടുത്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോയും വിളിച്ച് ഞങ്ങൾ വന്നേ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ.